ഇനി കോമൺ തൈറോയിഡ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോൺസിനെ കുറവ് പ്രൊഡ്യൂസ് ചെയ്താൽ T3 T4 കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഹൈപ്പോ എന്ന് പറയും. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവ്, ലോ. അതാണ് ഹൈപ്പോ തൈറോയിഡ്സ്. അങ്ങനെയുള്ള പേഷ്യൻ്റ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് വണ്ണം വെക്കും. ചെറുതായിട്ട് ഫുഡ് കഴിച്ചാൽ പോലും ഭയങ്കരമായിട്ട് ഫാറ്റ് കൺവേർഷൻ ആണ്. അവിടെ കാലറി ബേൺ ഔട്ട് ചെയ്യുന്നില്ല. ഫാറ്റ് കൺവേർഷൻ പെട്ടെന്ന് വണ്ണം വെക്കുക, മുടി കൊഴിയുക, മുടി പൊട്ടിപ്പോവുക, ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞ, സ്കിന്നൊക്കെ ഭയങ്കര മോയ്സ്ചർ ആയിട്ട്, കോൾഡ് ആയിട്ട്, പെട്ടെന്ന് പറ്റത്തില്ല. ഫാൻ ഇട്ട് അവർക്ക് പറ്റത്തില്ല. അവർക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അവർക്ക് നന്നായിട്ട് വെയിറ്റ് കൂടും, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ കാണപ്പെടുന്നതാണ്. ലോ എനർജി ആയിരിക്കും, ഒരു ഡിപ്രസീവ് മൂഡായിരിക്കും, ഒന്നും ചെയ്യാനുള്ള ഒരു മൂഡ് കാണത്തില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും, ഭയങ്കര ഫറ്റീഗ് ഒക്കെ ആയിരിക്കും. അതായത് ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ഒരു പേഷ്യൻറ്റിന് അവിടെ മെറ്റബോളിസം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവറിൽ വെച്ചിട്ട് മെറ്റബോളിസം കുറയുമ്പം അവിടെയുള്ള പ്രോട്ടീനും ഷുഗേഴ്സും ഒന്നും കൺവേർട്ടഡ് ആകുന്നില്ല. അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യാതെ അക്യുമുലേറ്റ് ചെയ്ത് അത് പിന്നീട് ടിഷ്യൂസിലൊക്കെ പോയി അക്യുമുലേറ്റ് ചെയ്ത് അവിടെ ഒരു വാട്ടറൊക്കെ അബ്സോർബ് ചെയ്ത് എഡിമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് നമുക്ക് ഈ ജനറൽ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ, ജനറലൈസ്ഡ് എഡിമ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പം കിഡ്നിയുടെ ഫിൽട്രേഷനും കുറയുക. അപ്പോൾ അവിടെ സോഡിയവും വാട്ടറും ഒക്കെ റിട്ടൻഷൻ ചെയ്തിട്ടും കിഡ്നി ഫംഗ്ഷൻ ഇമ്പയർഡ് ആയിട്ട് ജനറലൈസ്ഡ് എഡിമ, മൊത്തത്തിൽ ഒരു നീര് വീഴ്ച വരാം. അപ്പോൾ ഈ വണ്ണം വെക്കുന്നത്, അതായത് ഈ ഫാറ്റിൽ നിന്നുള്ള വണ്ണം ആയിരിക്കത്തില്ല, ഈ വാട്ടറിൽ നിന്നുള്ള, വാട്ടർ റിട്ടൻഷനിൽ നിന്നുള്ള ഒരു വണ്ണമായിരിക്കും പേഷ്യൻറ്റിന്, ഈ ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള പേഷ്യൻറ്റിന് വെയിറ്റ് ഗെയിൻ ആയിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ പിന്നെ ഹൈപ്പോതൈറോയിഡ്സിന് ഈ ഫ്രീ T3 ഫ്രീ T4 കുറവായിരിക്കും. അപ്പോൾ TSH കൂടുതലായിരിക്കും. അങ്ങനെ ആയിരിക്കും ബ്ലഡിൽ കാണുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺ കുറയുമ്പോൾ കൊളസ്ട്രോൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല. അങ്ങനെ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ വന്നിട്ട് ബ്ലഡിൽ കൊളസ്ട്രോൾ ലെവൽ കൂടി ഹൈപ്പർ കൊളസ്ട്രീമിയ വരാം. പിന്നെ തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന കണ്ടീഷനിൽ അവിടെ ക്ലിയറൻസ് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ലിവർ ക്ലിയറൻസ് നടക്കാത്തതുകൊണ്ട് ഈസ്ട്രോജൻ ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈസ്ട്രോജൻ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ ബ്ലഡിൽ പോയിട്ട് ഈസ്ട്രോജൻ ഡോമിനൻസ് വരും അവിടെ. അപ്പോഴും ഈ പ്രൊജസ്ട്രോൺ ഇംബാലൻസും ഒക്കെ വന്നിട്ട് ഇൻഫെർട്ടിലിറ്റി പോലുള്ള കണ്ടീഷൻസിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുമ്പം നമുക്കറിയാം തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന T3 T4 കൂടുതലാണ്. അപ്പോൾ അവിടെ TSH കുറവായിരിക്കും. അപ്പോൾ ഈ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പേഷ്യൻറ്റിന് എന്തായിരിക്കും, ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും സിംറ്റം വരുന്നത്. അതായത് ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, ഒരു ട്രമേഴ്സും പാൽപിറ്റേഷൻ, നെഞ്ചെടുപ്പ് ഫീൽ ചെയ്യാനും ഒരു ആങ്സൈറ്റി ഒക്കെ അവർക്ക് വരും. അവർക്ക് ഹോർമോൺ കൂടുതലായിട്ട് ബ്രെയിനിലൊക്കെ ആണെങ്കിലും ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്സും ഭയങ്കര ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റി ഒക്കെ കൂടുതലായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റൊമക്കിലൊക്കെ ആണെങ്കിൽ ബൗൽ മൂവ്മെന്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര ഡയറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മൊത്തവും പെട്ടെന്ന് ഈ തൈറോയ്ഡ് ഹോർമോൺ പെട്ടെന്ന് കാലറി ആയിട്ട് ബേൺ ചെയ്ത് കളയുന്നുണ്ടല്ലോ ഭക്ഷണത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ഭക്ഷണം മൊത്തവും ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് കാലറി ആയിട്ട് ബേൺ ചെയ്ത് പോവുക. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കഴിച്ചാലും അത് കാലറി ആയിട്ട് ബേൺ ചെയ്ത് പോവുക, വണ്ണം വെക്കത്തില്ല, വെയിറ്റ് ലോസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഓവുലേഷൻ ഒക്കെ സൈക്കിളിലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ ഉള്ള പേഷ്യന്റിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരുന്നത് കോമൺ ആണ്. അവിടെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റിൽ നമുക്ക് കൂടുതലായിട്ട്, അതായത് ഈസ്ട്രോജൻ ഒക്കെ ആണെങ്കിലും കൂടുതലായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ യൂട്ടിലൈസ്ഡ് ആയി പോകുന്നത് കൊണ്ട് അവിടെ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി വരാം. ഈസ്ട്രോജൻ കുറഞ്ഞിട്ട് നമുക്ക് ഈ മെനപ്പോസൽ സിംറ്റംസ് ആയിട്ടുള്ള ഹോട്ട് ഫ്ലഷസും മൂഡ് സ്വിങ്സും ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. തൈറോയ്ഡ് കൂടുതലുള്ള ഒരു പേഷ്യൻറ്റ് കിഡ്നി ഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും അവിടെ. അപ്പം അങ്ങനെ വരാം. അപ്പോൾ അതുകൊണ്ട് ജനറലൈസ്ഡ് എഡിമ പോലുള്ള കണ്ടീഷൻ വരത്തില്ല, പക്ഷെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള സ്വെല്ലിങ് വരാം. അതായത് നമുക്ക് എന്താ പറയുക, കണ്ണിലൊക്കെ സ്വെല്ലിങ് വരാം. പിന്നെ നമുക്ക് ഈ മുട്ടിൻ്റെ താഴെ, കാൽമുട്ടിൻ്റെ ഒക്കെ താഴെയായിട്ട് പ്രീടിബിയൽ മിക്സഡിമ പോലൊക്കെ കണ്ടീഷൻസ് വരാം. അത് ഗ്രേസ് ഡിസീസിലൊക്കെ ലോക്കലൈസ്ഡ് സ്വെല്ലിങ് ആയിട്ട് നമ്മൾ കാണപ്പെടുന്നതാണ്. സ്കിന്നിൽ ഭയങ്കരമായിട്ടും അവർക്ക് ഈ ബ്ലഡ് സപ്ലൈ കൂടുതൽ, കാർഡിയക് ഔട്ട്പുട്ട്, ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഈ പാൽപിറ്റേഷൻ വരുന്നു. പിന്നെ ബ്ലഡ് സപ്ലൈ കൂടുതലാണ്, കാർഡിയക് ഔട്ട്പുട്ട് കൂടുതലാണ്. ബ്ലഡ് സപ്ലൈ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി കൂടുതലാവുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ചൂടായിരിക്കും അല്ലേ. ബ്ലഡ് വരുമ്പം സ്കിന്ന് ഭയങ്കര വാമായിരിക്കും, ഭയങ്കര ചൂട് ഫീൽ ചെയ്യും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഹീറ്റ് പറ്റത്തില്ല, ചൂടൊട്ടും അവർക്ക് പറ്റത്തില്ല. ഹീറ്റിനോട് ഭയങ്കര ഇൻടോളറൻ്റ് ആയിരിക്കും അവർ. അപ്പോൾ ഡയറിയ ഉണ്ടായിരിക്കും. പിന്നെ ഭയങ്കര അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആയിരിക്കും, ഭയങ്കര ഹീറ്റിനോട് അവർക്ക് പറ്റത്തില്ല, ഇൻടോളറൻ്റ് ആയിരിക്കും ഹീറ്റിനോട്. ഭയങ്കര ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്സും ട്രമേഴ്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള പേഷ്യൻസിന്. പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡ്സ് എന്ന രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഫ്രീ T3 T4 ഹൈപ്പർ തൈറോയിഡിസത്തിൽ കൂടുതലും TSH കുറവുമായിരിക്കും ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കുന്നത്. പിന്നെ വരുന്നത് തൈറോയിഡിൻ്റെ നോഡ്യൂൾസ് ഒക്കെ വരാം. തൈറോയിഡിൻ്റെ നോഡ്യൂൾസ് അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ സിസ്റ്റ് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ നോഡ്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് നെക്ക് സ്കാൻ വഴിയാണ് നമ്മൾ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള നോഡ്യൂളാണോ, ബിനൈൻ ആണോ, അതോ മാലിഗ്നൻസി ഉള്ള നോഡ്യൂളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി FNAC, ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി, ബയോപ്സി പോലുള്ളതൊക്കെ നമുക്ക് ചെയ്ത് നമുക്ക് കൺഫർമേഷൻ ചെയ്യാം.
പിന്നീട് തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. തൈറോയിഡൈറ്റിസ് എന്ന് പറയുമ്പോൾ തൈറോയിഡിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് അല്ലേ. അതായത് കൂടുതൽ ഇപ്പോൾ അത് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. പ്രീവിയസ്ലി എന്ന് പറയുമ്പം അയഡിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന കണ്ടീഷൻ പ്രീവിയസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് കൂടുതലായിട്ട്. പക്ഷെ അത് പിന്നീട് അയഡൈസേഷൻ ഒക്കെ നടന്ന് അയഡൈസ്ഡ് സോൾട്ട് ഒക്കെ ആക്കി അയഡിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവിടെ ഇല്ല. അതിന് പകരമായിട്ട് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അത് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് ഇപ്പം ഹൈപ്പോതൈറോയിഡിസത്തിന്റെ വേറൊരു വേർഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഹൈപ്പോതൈറോയിഡിസം ആയിട്ടാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം ആ തൈറോയിഡൈറ്റിസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യന്റിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ആയിട്ടുള്ള ഗ്രേവ്സ് ഡിസീസ് ആണ് വരുന്നത്. അപ്പോൾ ഗ്രേവ്സ് ഡിസീസും ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്, അത് ഹൈപ്പർ തൈറോയിഡിസമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരാം. പിന്നെ തൈറോയിഡ് സിസ്റ്റ് ഒക്കെ വരാം. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് തൈറോയിഡിന് വരുന്ന പ്രോബ്ലംസ്. പിന്നെ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ കോസ് കൊണ്ട് മാത്രമായിരിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് വൈറലായിട്ട് തൈറോയിഡൈറ്റിസ് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള തൈറോയിഡൈറ്റിസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ തൈറോയിഡും തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരോട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി തൈറോയിഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സിന് പറ്റിയ ഡയറ്റ് ഏതാണ്, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം, പിന്നെ എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.